ചേട്ടനെ കണ്ടില്ലല്ലോ. ചേട്ടൻ തിരക്കുള്ളൊരു കോൺട്രാക്ടർ അല്ലേ, നിന്ന് തീരാൻ നേരല്ല. പിന്നെ എന്നോടുള്ള സ്നേഹക്കൂടുതലുണ്ടാ. രാവിലെ കോളേജിൽ കൊണ്ടുവിടുന്നതും വൈകുന്നേരം കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നതും. അത്രയ്ക്ക് തിരക്കുള്ള ആളാണെങ്കിൽ ആ പൊട്ട ബൈക്ക് കൊടുത്തിട്ട് ഒരു കാർ വാങ്ങാൻ പറ. ഒരു ഡ്രൈവറെ വെച്ചാ പോരെ. നിനക്ക് കോളേജിൽ വരികയും പോവുകയും ചെയ്യാലോ. ഇടയ്ക്ക് ഞങ്ങൾക്കും കയറാം അല്ലേടി? ഓ, കാറൊന്നും എനിക്കിഷ്ടല്ല. എനിക്കിഷ്ടം ജീപ്പാ. ജീപ്പാകുമ്പോ ഒരു സ്റ്റൈലാ. ഉടനെ വാങ്ങാൻ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ചേട്ടൻ ജീപ്പിൽ പോണോ? പോലീസ് ജീപ്പാണെന്ന് മാത്രം. ഒളിഞ്ഞു വീണ ഇയാളുടെ കെട്ടിടം നിനക്ക് എപ്പോ ശരിയാക്കി കൊടുക്കാൻ പറ്റും? ഒരാഴ്ചക്കുള്ളിൽ പണി തുടങ്ങാം. ഞാൻ ഉറപ്പ് തരിക. ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെ പണി തുടങ്ങാന്ന മുതലാളി പറയണത്? നാട്ടുകാരെ പറ്റിക്കണ പോലീസുകാരെ പറ്റിക്കാൻ പറ്റുമോ? എന്താടാ ഒരു രഹസ്യം പറച്ചില്ലേ? അല്ല, ഒരാഴ്ചക്കുള്ളിൽ പണി തുടങ്ങുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കായിരുന്നു. എടാ രാമൻകുട്ടി, 10-20 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യ എന്റെ വീടിന്റെ പണി തീർത്ത് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. സാറേ, ഒരാഴ്ച, ഒരൊറ്റ ആഴ്ച, അതിനുള്ളിൽ ഞാൻ വീട് പണി തുടങ്ങിക്കോളാം. ഒരാഴ്ചക്കുള്ളിൽ പണി തീർത്ത് കൊടുക്കണം. വെറുതെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. ഇല്ല. ആ പൊയ്ക്കോ. ആ നീങ്ങൊന്നേ. മുതലാളിനെ വിളിക്കണ മുതലാളിയല്ല നീ. എന്താണ് നിന്റെ പേര്? ചിയാമി. എവിടാ നിന്റെ വീട്? ആ ശരി പൊയ്ക്കോ. ആ പോടാ. ആകപ്പാടാണ് ചായക്കുള്ള കാശോളൂ കേട്ടോ. നീ അതൊന്നും ചാടിക്കറി ഓർഡർ ചെയ്യല്ലേ? ഒന്നും ഓർഡർ ചെയ്യണില്ല. ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കണ്ടു. അവിടെ 2 ചിക്കനും 3 ചപ്പാത്തി. ഓക്കെ ശരി. ഇടം നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഇടാ ഞാൻ ഉണ്ണി, 1ാം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച ഉണ്ണി. നിനക്ക് ഇത്ര ഓർമ്മയില്ലേ? ഫ്രണ്ട്. അതൊക്കെ പോട്ടെ, നീ എന്താ ഇവിടെ? ചായ കുടിക്കാൻ വന്നതാ. ഓ തമാശ തമാശ. നീ ഇപ്പോഴും തമാശ വിട്ടിട്ടില്ല. പിന്നെ വീട്ടിലെങ്ങനെ അച്ഛനൊക്കെ സുഖം തന്നെ? അച്ഛൻ വെച്ചിട്ട് 10 വർഷമായില്ലേ? അത് പിന്നെ എനിക്കറിയാലോ. ഞാൻ കൊച്ചച്ഛന്റെ കാര്യമല്ലേ ചോദിച്ചത്. അപ്പൊ അച്ഛൻ പിന്നെ അന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടല്ലേ മരിച്ചത്? അച്ഛൻ ലോറി കാര്യല്ലേ മരിച്ചത്? അതെ, ലോറി ഇങ്ങനെ ഹാർട്ടിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കേറി അറ്റാക്ക് ആയിട്ടാണല്ലോ മരിച്ചത്. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഇതാരാ ഫ്രണ്ടാ? അല്ല, മുതലാളിയാ. ഏത് കമ്പനിയുടെയാ? ഞാൻ കോൺട്രാക്ട്. ഐ എം മുണ്ടി ഫ്രം ചിക്കാഗോ. എവിടെയാവാ? അയ്യോ, ഇതൊക്കെ എന്തിനാ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇതൊക്കെ കഴിച്ചോളാം. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുപിട്ടല്ലേ? സന്തോഷത്തിൽ എവിടെയോ കാണാൻ വഴിയില്ല. ഐ എം ഫ്രം ചിക്കാഗോ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ? അമ്മ, അച്ഛൻ, പെങ്ങള്? കഴിക്കും സാർ. എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. അപ്പൊ ബില്ല് ബില്ലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. സന്തോഷായി. കിട്ടിപ്പോയി. ഞാൻ ഗായത്രിയായിട്ട് ബൈക്കിൽ പോയപ്പോഴേ ഇവൻ ലിഫ്റ്റ് തരാന്ന് പറഞ്ഞവനാ. എന്നിട്ട് മുതലാളി ഇപ്പോഴാണ് പറയണത് അവന്റെ ഏതായാലും തീരട്ടെ. കഴിക്ക്. അതൊക്കെ ഇങ്ങോട്ട് ഇറക്കടാ. എന്താ വേണ്ടത്? മാറി നിൽക്കട്ടെ. എന്താ ഇവിടെ? നിന്റെ ചേട്ടൻ രാമൻകുട്ടി എന്റെ കയ്യിൽ വാങ്ങിച്ച 50,000 രൂപയുടെ കണക്ക് ചോദിക്കാൻ വന്നതാ. മുതല് കിട്ടിയില്ലെങ്കിൽ പലിശയെങ്കിലും കിട്ടണമല്ലോ. അതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ പൊറുക്കാൻ പോവാ. കൂട്ടിന് നിന്നെപ്പോലൊരു കിളിന്തുള്ളത് സുഖം തന്നെയല്ലേ? വാ. ചൂടാകാതെ പെണ്ണേ, ഇവിടെ എനിക്ക് ബോറടിക്കുന്ന ഞാൻ വിചാരിച്ചേ. ഇപ്പൊ അതും മാറി. തൊട്ട് തലോടിയിരിക്കാൻ നിന്നെപ്പോലൊരു പെണ്ണുണ്ടല്ലോ. അങ്ങോട്ട് മാറിക്കല്ലേ. അമ്മായി എന്തു പറ്റി?
വേണ്ട മുതലാളി വേണ്ട. എന്റെ പെങ്ങളെ പിടിക്കുമല്ലേ നിന്റെ കൈ ഞാൻ വെട്ടും. ഇനിയും പിടിക്കൂടാ. അത്രയ്ക്ക് ആണത്തോളവനാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ് തടാ. ഛി, പട്ടി. നാളെ സൂര്യൻ ഉദിക്കുമെങ്കിൽ നിന്നോട് വാങ്ങിയ പണവും പലിശ ഞാൻ തന്നിരിക്കും. എന്റെ പേര് രാമകുട്ടനാണെങ്കിൽ മാറിക്കടാ. മുതലാളി നാളെ നമ്മൾ കാശിന് കൊടുക്കും. മോനെ ഈ മുടിഞ്ഞ പട്ടികൾ ഉറങ്ങാനും സമ്മതിക്കൂലേ? ആരാത്? 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 പട്ടികളൊക്കെ ഇപ്പൊ ആടിന്റെ ശബ്ദത്തിലാ കരയണത്. ദൈവമേ, നോട്ടിത് കേട്ടാ. ഈശ്വര, ഇതെന്തത്? തൽക്കാലം 50,000 ആവശ്യമല്ലേ, അത്യാഗ്രഹം പാടില്ല. കരഞ്ഞോണ്ടിരി. തീർന്ന ഈശ്വര, രക്ഷകൻ ആടിന്റെ രൂപത്തിൽ വന്ന് എന്നെ സഹായിച്ച